നിങ്ങളുടെ ഫോൺ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നതിന് പകരം പുറമേ നിന്ന് ചൂടാക്കിയിട്ട് അത് വീണ്ടും ഉപയോഗിക്കരുത്. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഉപയോഗിച്ചൊരു ഫോണാണ് എൻ്റെ ഈ കയ്യിലുള്ളത്. ഈ ഒരു ഫോൺ ഓൺ ആവുന്നില്ല, അതുപോലെ ചാർജർ കുത്തി കഴിഞ്ഞാൽ ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവുക എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത്. ഫോൺ അയച്ച് ഇതിൻ്റെ ചാർജിങ് ബോർഡ് ചെക്ക് ചെയ്ത സമയത്ത് ഇത് ക്ലീൻ ചെയ്യാതെ യൂസ് ചെയ്ത കാരണത്താൽ തന്നെ ഇതിൻ്റെ ചാർജിങ് ബോർഡ് പൂർണ്ണമായിട്ടും ഫംഗസ് വന്ന് ഇതിൻ്റെ കമ്പോണൻസ് എല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട്. വെള്ളം തട്ടിയ കാരണത്താൽ കസ്റ്റമർ പുറമേ നിന്നും ചൂടാക്കിയിട്ട് ഫോൺ വീണ്ടും ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഫോൺ ചാർജർ കുത്തി കഴിഞ്ഞാൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്, അതുപോലെ ഫോൺ ഇപ്പോൾ തീരെ ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഈ ഒരു ഫോൺ വെള്ളം തട്ടി അന്ന് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നു എങ്കിൽ പഴയ ചാർജിങ് ബോർഡിൽ തന്നെ ഇത് റീപ്ലേസ് ചെയ്യാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിരുന്നു. ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഇതിൻ്റെ ബോർഡ് പൂർണ്ണമായിട്ടും മാറ്റിയിടേണ്ട ഒരു അവസ്ഥയിലായിട്ടുണ്ട്. നമ്മൾ ഫോൺ അഴിച്ച് ക്ലീൻ ചെയ്യാതെ പുറമേ നിന്ന് മാത്രം ചൂടാക്കി ഇത്തരത്തിൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആഴ്ചകൾ കൊണ്ട് വെള്ളം തട്ടിയ ആ ഭാഗം ഫംഗസ് വന്ന് ഈ രീതിയിൽ കമ്പോണൻസ് എല്ലാം ദ്രവിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. ഇതിനെ മാറ്റിയിടാനുള്ള പുതിയ ബോർഡും പഴയ ബോർഡുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം അതിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫോൺ നമുക്ക് ബാറ്ററി ലൈഫ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ വാട്ടർ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഫോൺ ഓൺ ആവുന്നുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഫോൺ ഓണാക്കി നോക്കരുത്. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ എത്തിച്ചു കൊടുത്താൽ അവർ സെറ്റ് അയച്ച് ക്ലീൻ ചെയ്ത് ഹോട്ട് എയർ കണ്ട് ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 90% നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ ഇൻഫോർമേറ്റീവുള്ള വീഡിയോകൾക്ക് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.